ഹായ് ഫ്രണ്ട്സ്, അബീറ്റ് പിനാക്കിൾ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത്. നിങ്ങളുടെ ഫോക്കസ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. വേവ്സിൻ്റെ ഈ ടോപ്പിക് ആണെങ്കിൽ ശരി, നമ്മൾ എല്ലാ ടോപ്പിക്കും ഫിസിക്സിൻ്റെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ ഫോക്കസ് പോയിന്റ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി നമ്മൾ ഏകദേശം ഒരു 3-4 ചാപ്റ്റേഴ്സ് ബാക്കിയെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വളരെ കഷ്ടപ്പെട്ട് ഉറക്കമുളച്ചിരുന്നുകൊണ്ട് ഒരു സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിസിക്സിന്റെ ഫോക്കസ് ഏരിയ ഫുൾ കവർ ചെയ്യുന്ന ഒരു PDF-ഉം അതുപോലെ തന്നെ മാത്തമാറ്റിക്സിന്റെ ഫുള്ള് വീഡിയോ ലെക്ചർ കവർ ചെയ്യുന്ന നിങ്ങളുടെ ഫോക്കസ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുന്തവും കുടച്ചക്കറവും ഒക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അതും കവർ ചെയ്യുന്ന ഒരു PDF നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ PDF-ന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒന്ന് പോയി നോക്കിയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പഠിച്ച് A+ മേടിച്ചാൽ, ഇപ്പോഴേ പറയണം, വേണമെങ്കിൽ മേടിച്ച് A+ കിട്ടും, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്നിരുന്നിട്ട് കൂടി ഞാൻ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി വേവ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മളൊരു ഡിജിറ്റൽ ബോർഡിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തു തരുന്നത് മാത്രമേ ഉള്ളൂ. ഓൾറെഡി കിടപ്പുണ്ട്. അതിനകത്ത് നമ്മൾ ആനിമേഷനൊക്കെ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഫോക്കസ് പോയിന്റിന് വേണ്ടി പ്രത്യേകമായിട്ട് വേവ്സിന്റെ ആ ഒരു ടോപ്പിക്ക് ഞാൻ ഒന്നും കൂടി എടുത്തു തരുന്നു. വളരെ ഡെപ്തിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്ലെയിൻ ആയിട്ട് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ സംഗതികളൊക്കെ ഒന്ന് പറഞ്ഞു വിടാൻ പോവാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബർ ബട്ടൺ ഞെക്കി പൊട്ടിച്ചിട്ട് അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇവിടെ ഒറ്റ അടി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ബെല്ലൈക്കൺ അവിടെ എനേബിൾ ആക്കി വെക്കുക. പരിപാടി നമുക്ക് തുടങ്ങാം. വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് വേവ്സ് എന്ന് പറയുന്നത്? എന്താണ് വേവ്സ്? ഞങ്ങൾ കണ്ടിട്ടുണ്ട് സാറേ, കടലിൽ എന്തുണ്ട്? വേവ് ഉണ്ട് അല്ലേ? കടലിൽ എന്തുണ്ട്? വേവ് ഉണ്ട്. കുളത്തിലൊരു കല്ലിട്ടാൽ അവിടെയും ഉണ്ടാകും എന്തുണ്ടാകും? ഒരു വേവ് ഉണ്ടാകും. ഞാൻ സംസാരിക്കുന്നു, ഈ സൗണ്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു വേവ് തന്നെയാണ്. നമ്മുടെ നിത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എവിടെ നോക്കിയാലും നമുക്ക് ആരെ കാണാൻ പറ്റും? വേവ്സിനെ കാണാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ ഫോണില്ലേ, മൊബൈൽ ഫോണിനകത്തുണ്ട് ഒരു വേവ്, ഒളിഞ്ഞിരിക്കുന്ന വേവ്. ആ വേവാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. വേവിനെ നമുക്ക് മെയിനായിട്ട് മെക്കാനിക്കൽ വേവ് എന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നും അതുപോലെ തന്നെ മാറ്റർ വേവ് എന്നും എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. നമ്മളിവിടെ ഈ +1 പഠിക്കാൻ പോകുന്നത് ഏത് വേവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? മെക്കാനിക്കൽ വേവിനെ കുറിച്ചാണ്. മെക്കാനിക്കൽ വേവിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് മീഡിയത്തിന്റെ ആവശ്യമില്ല. അവൻ സ്പേസിലൂടെ ട്രാവൽ ചെയ്യും. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം എന്ന് പറയുന്ന ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇതിന് ട്രാവൽ ചെയ്യാൻ എന്തിന്റെ ആവശ്യമില്ല? ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. പക്ഷേ മെക്കാനിക്കൽ വേവിന് ട്രാവൽ ചെയ്യാൻ എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു മീഡിയത്തിന്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ എന്താണ് വേവ് എന്ന് പറയുന്നത്? മക്കളെ, വേവ് എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്നും അടുത്ത ഒരു പോയിന്റിലോട്ട് എനർജിയുടെ ട്രാൻസ്ഫറിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേവ് എന്ന് പറയുന്നത്. നമ്മളൊരു കുളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാൽ ആ കല്ലിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് കുളത്തിലൂടെ ട്രാവൽ ചെയ്ത് അങ്ങ് കരയിലെത്തുമെങ്കിൽ അത് വേവാണ്. അതെന്താണ്? വേവാണ്. അവിടെ മെക്കാനിക്കൽ വേവിന്റെ കേസ് എടുത്താൽ, മെക്കാനിക്കൽ വേവിനകത്ത് പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ മൂലമാണ് അവിടെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ കുളത്തിൽ കല്ലിടുമ്പോൾ ആ കല്ലിടുന്ന പോയിന്റിലെ വാട്ടർ മോളിക്യൂൾ അടുത്ത വാട്ടർ മോളിക്യൂളിന് ആ എനർജി കൈമാറുന്നു, അടുത്ത വാട്ടർ മോളിക്യൂൾ ആ എനർജി കൈമാറുന്നു. അങ്ങനെ എനർജി കൈമാറി എവിടെത്തുന്നു? കുളത്തിന്റെ കരയിൽ ആ വേവ് വരുന്നു, അല്ലെങ്കിൽ ആ എനർജി വരുന്നു. അപ്പൊ നമുക്ക് അവിടെ കിട്ടുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ആ വാട്ടർ മോളിക്യൂൾ അവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുകയാണ്. ആ വൈബ്രേഷനിലൂടെ എനർജി എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു പാറ്റേൺ കിട്ടും. അതിനെയാണ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ വേവിന്റെ ഐഡിയ മനസ്സിലായോ? വേവിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഒരു പോയിന്റിൽ നിന്നും അടുത്തൊരു പോയിന്റിലോട്ട് ട്രാവൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന വേവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാവലിംഗ് വേവ് എന്ന് വിളിക്കുന്നത്. ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, നമ്മൾ ടോപ്പിക്കിലോട്ട് കിടക്കുന്നു. മെക്കാനിക്കൽ വേവിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത് എന്താണ്? ടൈപ്പ് ഓഫ് വേവിന്റെ ഒന്നാമത് വരുന്ന സാധനമാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്വേഴ്സ് വേവ്, കുളത്തിൽ കല്ലിടുമ്പോൾ ഉണ്ടാകുന്ന ആ വേവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാൻ പറ്റും. ഈ ഒരു ഫിഗറിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സ്ട്രിങ്ങിനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ആ സ്ട്രിങ്ങിനകത്ത് കുറേ പാർട്ടിക്കിൾ ഉണ്ട്. ആ റെഡ് കളറിൽ കാണുന്ന കുറേ പാർട്ടിക്കിൾ ഉണ്ട്. റെഡ് കളറിൽ കുറേ പാർട്ടിക്കിൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ആ സ്ട്രിങ്ങിനെ വൈബ്രേറ്റ് ചെയ്യിച്ചു. ആ സ്ട്രിങ്ങിനെ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ റെഡ് പാർട്ടിക്കിളും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടോ? നിങ്ങളിപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് എടുക്കുന്നു. ഈ ഒരു പോയിന്റിലെ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, ഈ ഒരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ പാർട്ടിക്കിളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയിന്റ് എടുത്താലും ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഈ സ്ട്രിങ്ങിലെ എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓസിലേഷൻ മോഷനിലാണ്. അപ്പോൾ ഒരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ്ങിനകത്ത് കുറേ പാർട്ടിക്കിളുണ്ട്, സ്ട്രിങ്ങിനകത്ത് എന്തുണ്ട്? കുറേ പാർട്ടിക്കിളുണ്ട്. ഇവരെല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? വേവ് കിട്ടുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഈ എനർജി ഈ സ്ട്രിങ്ങിലൂടെ വേവിൻ്റെ ഫോമിൽ എങ്ങോട്ട് ട്രാവൽ ചെയ്തു? വേണ്ടേ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആ വേവ് അങ്ങോട്ട് പോകുന്നത്? കണ്ടോ? ദേ കണ്ടോ? ദേ വേവിൻ്റെ പോക്ക് കണ്ടോ? ഹൈ 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 പോകുന്ന കണ്ടോ? വേവ് പുറത്തോട്ട് പോയി പിണങ്ങി പോകാൻ തോന്നും. കണ്ടോ? വേവ് എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു. ഈ വേവിന്റെ പേരെന്താണ്? ട്രാവലിംഗ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ മറ്റൊരു കാറ്റഗറിപ്പെട്ട സാധനമാണ് ട്രാവലിംഗ് വേവ്. ഈ വേവ് നമുക്ക് എന്ത് ചെയ്യുന്ന പോലെ തോന്നും? ട്രാവൽ ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ ഡെഫിനിഷൻ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവിന്റെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യല്ലേ? മുകളിലോട്ടും താഴെയും കിടന്ന് വൈബ്രേറ്റ് ചെയ്യല്ലേ? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് വേവ് എങ്ങോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വേവ് പുറത്തോട്ടേക്കല്ലേ പോകുന്നത്? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ആര് വൈബ്രേറ്റ് ചെയ്യുന്നത്? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊപ്പഗേഷനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേവിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അടുത്ത വേവിനെ നോക്കിയാൽ നിങ്ങൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്? നിങ്ങൾ ഈ ഫിഗർ നോക്കിയേ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സംസാരം എങ്ങനെയാണ് മുന്നോട്ട് ട്രാവൽ ചെയ്യുന്നത്? ആ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലൂടെ ട്രാവൽ ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ള എയർ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? കുറച്ച് സമയം കഴിയുമ്പോൾ എയർ മോളിക്യൂളിന് ബൾക്ക് മോഡുലസ് ഉണ്ട്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഉണ്ട്, ഇലാസ്റ്റിക് ബിഹേവിയർ ഉണ്ട്. കംപ്രസ് ചെയ്ത സാധനം പഴയ അവസ്ഥയിലോട്ട് വരുന്നു. അപ്പോൾ റെയർ ഫ്രാക്ഷൻ എന്ന് പറയുന്നു. ഇതിങ്ങനെ റെയർ ഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ, അപ്പോൾ കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ അടുത്തുള്ള മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. പിന്നെ അതെന്ത് ചെയ്യുന്നു? റെയർ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ അടുത്ത മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. അങ്ങനെ കംപ്രഷനിലൂടെയും റെയർ ഫ്രാക്ഷനിലൂടെയാണ് ആ എനർജി എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ആ ഫിഗർ നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാവും. അവിടെ ആ എയർ മോളിക്യൂൾ ഇങ്ങനെ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയിരിക്കുന്നത് കണ്ടോ? അതിനെ നമ്മൾ കംപ്രഷൻ എന്നും, എയർ മോളിക്യൂൾ ലൂസായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നില്ലേ, അതിനെ റെയർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നു. അവിടെ നമ്മൾ ഒരു പാർട്ടിക്കിൾ എടുത്തിരിക്കുന്നുണ്ടോ? റെഡ് കളറിൽ കാണുന്നത് കണ്ടോ? പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിൾ അവിടെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേവ് എങ്ങോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടോ? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇങ്ങോട്ടേക്കാണ്. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന എങ്ങോട്ടേ തന്നെ മക്കളെ? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പോൾ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് വേവും, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് പാരലായിട്ടാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നും വിളിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഈ വേവിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനു മുമ്പ് വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ഈ വേവ്സിനെ സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ടൊന്ന് കണക്ട് ചെയ്യാം. മക്കളെ, നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ നമ്മൾ പഠിച്ചതാണ്, സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ഒരൊറ്റ പാർട്ടിക്കിൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വൈബ്രേറ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഈ കേസിൽ കണ്ടു. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ കുറേ പാർട്ടിക്കിൾ ഉണ്ട് ആ സ്ട്രിങ്ങിനകത്ത്. ആ പാർട്ടിക്കിളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ഒരു പാർട്ടിക്കിളാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വേവ്സിനകത്ത് ഇഷ്ടംപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇനി ലോഞ്ചിറ്റ്യൂഡിലെ കേസ് എടുത്താലോ, അവിടെയും പാർട്ടിക്കിളൊക്കെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അങ്ങോട്ടേക്കാണ്. പാർട്ടിക്കിൾ വൈബ്രേഷൻ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നു പാർട്ടിക്കിൾ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷനും നമ്മുടെ വേവ്സുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ഒരൊറ്റ പാർട്ടിക്കിളാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ വേവ്സിനകത്തോ, ആ വേവ്സിനകത്ത് അത് വേവ് പോകുന്ന എല്ലാ പോയിന്റിലെയും പാർട്ടിക്കിളിനെ വൈബ്രേറ്റ് ചെയ്താണ് മുന്നോട്ടേക്ക് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പോൾ എല്ലാവരും സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കളക്ഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനാണ് വേവ്സ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതാണ് വേവ്സ് എന്ന് പറയുന്നത്. മക്കളെ, അടുത്തത് പ്രോഗ്രസീവ് വേവ് ഇക്വേഷൻ ആണ്. നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. എന്താണ്? ഒരു വേവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഒരു വേവിൻ്റെ ഇക്വേഷൻ എന്താണ്? ഒരു വേവിൻ്റെ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് നമ്മളൊരു പാർട്ടിക്കിൾ എടുത്തു. ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യുകയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നു. ആ വൈബ്രേറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇപ്പോൾ നമ്മൾ y എന്ന് വിളിക്കുകയാണെങ്കിൽ ആ y കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താണ്? y = a sin എന്താണ്? ഒമേഗ ടി എന്ന് നമ്മൾ പഠിച്ചതാണ്. y = a sin ഒമേഗ ടി. എന്ന് വെച്ചാൽ അത്
ഓസിലേറ്റ് ചെയ്യുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ടി എന്ന് പറയുന്ന ടൈം, ഒമേഗ വെച്ച ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഒമേഗയുടെ ഇക്വേഷൻ നമുക്കറിയാം 2π എന്താണ് ടി ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് y = a sin ഒമേഗ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പാർട്ടിക്കിളാണ് മക്കളെ ഉള്ളത്, ഒരു പാർട്ടിക്കിളാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ സിമ്പിൾ y = a sin ഒമേഗ ടി പരിപാടി കഴിഞ്ഞു. ആ ഇക്വേഷൻ ഇവിടെ കൊണ്ട് വേവിനോട് ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ വേവിനകത്ത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾ, ഇഷ്ടംപോലെ പാർട്ടിക്കിൾ ആ വൃത്തികെട്ടന്മാർ അവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമുക്ക് എന്തില്ല, പറ്റത്തില്ല. നമ്മൾ ഈ ഇക്വേഷനെയൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് മോഡിഫൈ ചെയ്യണം. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഒരു പാർട്ടിക്കിൾ അല്ല, ഇഷ്ടംപോലെ പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഞാൻ ആ വേവ് മോഷൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരുന്നു. ഒരു വേവ് മോഷനാണിത്. ഈ വേവ് മോഷനകത്ത് ഒരൊറ്റ പാർട്ടിക്കിളിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ ഒറ്റ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ആ ഒറ്റ പാർട്ടിക്കിൾ മുകളിലോട്ടും താഴോട്ടും പോകുന്നത് കണ്ടോ, മുകളിലോട്ടും താഴോട്ടേക്കും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിക്കിൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിക്കിളിൻ്റെ ഓസിലേഷൻ്റെ ഗ്രാഫ് നമുക്കറിയാവുന്നതാണ്. സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് നമ്മൾ ആ ഗ്രാഫ് കണ്ടതാണ് മക്കളെ. നമ്മൾ ആ ഗ്രാഫ് എന്ത് ചെയ്തതാണ്, കണ്ടതാണ്. സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് നമ്മൾ ആ ഗ്രാഫ് കണ്ടതാണ്. ടൈമിനനുസരിച്ച് ആ സാധനം ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് നമ്മൾ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പഠിക്കുന്നതാണെങ്കിൽ ഓസിലേഷനകത്ത് പഠിക്കുന്നതാണ് ഈ സാധനമാണ്. ഇവിടെ ഒരു പാർട്ടിക്കിളാണ് ഓസിലേറ്റ് ചെയ്യുന്നത്, അല്ല, ഒരു പാർട്ടിക്കിളല്ല, എല്ലാ പാർട്ടിക്കിളും അതേ അവസ്ഥയിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അങ്ങെടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അങ്ങെടുത്തു. ടി ടൈമിൽ ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിക്കേണ്ട കാര്യം ടി ടൈം. ഇപ്പോൾ ഏകദേശം ഒരു ടി എന്ന് പറയുന്ന ഒരു ടൈം, ഞാനിപ്പോൾ ഈ പാർട്ടിക്കിളാണ് എടുത്തിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണെന്ന് സങ്കല്പിക്കുക. ഡിസ്റ്റൻസ് എന്താണ്, എക്സ് ആണ്. ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത ടൈം എന്താണ്, ടി ആണ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത ടൈം, അതായത് ഇവിടുത്തെ ടൈം ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ. ടി ടൈമിൽ അതിൻ്റെ ഇപ്പോഴത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം y ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് എടുത്ത ഇതിനെ ഞാൻ ഒരു ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അടുത്ത് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തപ്പോൾ ടൈം വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എടുത്തത്. ഇവിടെ ഞാൻ എന്താണ്, ഡിസ്റ്റൻസ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ്. ഡിസ്റ്റൻസ് വേഴ്സസ് എന്ന് വെച്ചാൽ ഈ എക്സ് ഡിസ്റ്റൻസിൽ കുറേ പാർട്ടിക്കിളുണ്ട്. ഈ ഓരോ പാർട്ടിക്കിളും ഇപ്പോൾ ഈ ടി ടൈമിൽ അതിൻ്റെ പൊസിഷനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ടി ടൈമിലെ അതിൻ്റെ പൊസിഷനാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കാണിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് വേവ് ഇക്വേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം നമ്മൾ എന്തിനെ ലൊക്കേറ്റ് ചെയ്യണം? ഇഷ്ടംപോലെ പാർട്ടിക്കിളുണ്ട്, n നമ്പർ ഓഫ് പാർട്ടിക്കിളുണ്ട്. ഒന്നാമത്തെ പാർട്ടിക്കിളാണോ, രണ്ടാമത്തെ പാർട്ടിക്കിളാണോ, മൂന്നാമത്തെ പാർട്ടിക്കിളാണോ എന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ പാർട്ടിക്കിളിനെ ആദ്യം ലൊക്കേറ്റ് ചെയ്യണം. മറ്റേടത്ത് അത് വേണ്ടായിരുന്നു. y = a sin ഒമേഗ ടി പരിപാടി കഴിഞ്ഞ ഒരൊറ്റ പാർട്ടിക്കിളേ ഉള്ളൂ. പക്ഷേ ഇവിടെ n നമ്പർ ഓഫ് പാർട്ടിക്കിളുണ്ട്. ആദ്യം നമ്മൾ പാർട്ടിക്കിളിന്റെ പൊസിഷൻ പറയണം. അപ്പോൾ നമ്മൾ പറയും എക്സ് ഡിസ്റ്റൻസ് ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾ, ഈ വൃത്തികെട്ടവൻ എക്സ് ഡിസ്റ്റൻസ് ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ഏത് ടൈമിലാണ്, ടി ടൈമിൽ. എക്സ് ഡിസ്റ്റൻസിലിരിക്കുന്ന ഒരു പാർട്ടിക്കിള് ഏത് ടൈമിലാണ്, ടി ടൈമിൽ സ്ക്രീൻഷോട്ട് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ടി ടൈമിൽ അതിനുണ്ടായ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒന്നും കൂടെ പറയാം ഞാൻ എന്താ പറഞ്ഞതെന്ന്. എന്താണ്, ആദ്യം നമുക്ക് പാർട്ടിക്കിളിനെ പിടിക്കണം. അതുകൊണ്ട് ഇവനെയാണ് പിടിക്കേണ്ടത്. പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്താണ്, എക്സ് പൊസിഷനിലുള്ള ടി ടൈമിൽ എക്സ് പൊസിഷനിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ടൈമിലെയാണ്, ടി ടൈമിൽ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ ടി ടൈമാണ്. ടി ടൈമിൽ അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനിലോട്ടാണ് സാർ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത കടക്കാൻ പോകുന്നത്. ആ ഇക്വേഷനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ആ ഇക്വേഷൻ എന്താ പറയുന്നത്, y ഓഫ് എക്സ് ടി. എന്താണ് ഈ y ഓഫ് എക്സ് എന്ന് വെച്ചാൽ ദേ കിടക്കുന്നു വെർട്ടിക്കൽ പൊസിഷൻ. എന്താ y ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞത്, എക്സ് പൊസിഷനിലെ ഒരു പാർട്ടിക്കിളിന്റെ ടി ടൈമിലെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിച്ചേ, എക്സ് പൊസിഷനിലെ ഒരു പാർട്ടിക്കിളിന്റെ ടി ടൈമിലെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, y എന്ന് പറയുന്നത്. എക്സ് പൊസിഷനിലെ ടി ടൈമിലെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് y ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ പറയണം എക്സ്, ആ പാർട്ടിക്കിളിന്റെ ടൈം പറയണം ടി ടൈമിൽ
എക്സ് പൊസിഷനിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് വൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വേറെ കാര്യം. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത് എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5. എ എന്ന് പറയുന്നത് എന്താണ്? ആ പാർട്ടിക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഇവൻ ഇവിടം വരെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. മാക്സിമം അവൻ ഇവിടം വരെ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടിക്കിൾ മാക്സിമം ഓസിലേറ്റ് ചെയ്യുന്ന അതിന്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്, അതിനെയാണ് എ എന്ന് പറയുന്നത്. ഇവിടെ കെ എന്ന് പറയുന്ന പുതിയൊരു സംഗതിയാണ് വേവ് നമ്പർ എന്ന് പറയും. അതവിടെ കിടക്കട്ടെ. നമുക്ക് അതിന് മുമ്പ് അടുത്തൊരു സാധനം നോക്കാം. അവിടെ കെയുടെ കൂടെ എന്തുണ്ട്? ഒരു എക്സിന്റെ സംഗതി ഉണ്ട്. അവിടെ കിടക്കട്ടെ. ഇത് നമുക്കറിയാം ഒമേഗ ടി. ഒമേഗ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ ഈക്വൽ എന്താണ്? 2π/t. ഇത് നമുക്കറിയാവുന്നതാണ്. ഫൈ എന്ന് വെച്ചാൽ ഫേസ് ആണ്, നമുക്കറിയാം. ഒമേഗ ആരുടെ കൂടെ വന്നു? ഒമേഗ ടൈമുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പൊ ടി ടൈം എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഒമേഗ ടൈമുമായിട്ട് ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ഒമേഗ ടി വന്നു. എക്സ് എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടയാണ്? എക്സ് എന്ന് പറയുന്നത് വേവ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടയാണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടയാണ്. അപ്പൊ എക്സിന് കൂടെ കിടക്കുന്ന സാധനമാണ് ആംഗുലാർ വേവ് നമ്പർ. അത് കണ്ടുപിടിക്കാൻ നോക്കിയേ. കെ ഈസ് ഈക്വൽ ടു ഒമേഗ 2π/t ആണെങ്കിൽ കെ എന്തായിരിക്കും? 2π/λ. എന്താ മക്കളെ ലാംഡ എന്ന് പറയുന്നത്? ഇവിടെ കണ്ടു, ഈ വേവ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാംഡ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? എക്സ് പൊസിഷനിലുള്ള ടി ടൈമിനുള്ള ഒരു പാർട്ടിക്കിളിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, y ഓഫ് എക്സ് ടി. അപ്പോൾ ആദ്യം നമ്മൾ അതിന്റെ പൊസിഷൻ തീരുമാനിക്കുന്ന ആരാണ്? കെ എക്സ് ആണ്. അത് ടൈം തീരുമാനിക്കുന്ന ആരാണ്? ഒമേഗ ടി. അപ്പൊ രണ്ട് ടൈം പറഞ്ഞു, എക്സിന്റെ ടൈം പറഞ്ഞു, ഒമേഗ ടിയുടെ ടൈം പറഞ്ഞു. മറ്റേടത്ത് എന്താണ്? സിമ്പിൾ ഹാർമോണിക് മേഷത്തോടെ ഒമേഗ ടി മാത്രമേ വന്നുള്ളൂ. കാരണം എന്താണ്? ഒറ്റ പാർട്ടിക്കിൾ ഉള്ളൂ. അപ്പൊ ഏത് ടൈമിൽ അതിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ എങ്ങനെയാണോ? ആദ്യം പൊസിഷൻ പറയണം, പിന്നെ ഏത് ടൈമില് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമ്മൾ പറയണം. അതുകൊണ്ടാണ് ഇവിടെ കെ എക്സും ഒമേഗ ടിയും വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ അവിടെ കാര്യങ്ങൾ? പിന്നെ ഫൈ എന്ന് പറയുന്നത് അവിടുത്തെ ഇനീഷ്യൽ ഫേസ് ആണ്. നമ്മൾ നോക്കുന്ന പാർട്ടിക്കിൾ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഫേസ് എവിടെയാണോ അതാണ് ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഒരു വേവിന്റെ വെലോസിറ്റി ഡിക്കേഷൻ ഒക്കെ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക. വേവിന്റെ വെലോസിറ്റി ഡിക്കേഷൻ എന്ന് വെച്ചാൽ v ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് വെലോസിറ്റി വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ടൈമാണ്. ഡിസ്പ്ലേസ്മെന്റ് വെച്ചാൽ വേവ് ലെങ്ത് ലാംഡ. അതിനടുത്ത ടൈം എന്താണ്? ടൈം പീരീഡ് ടി. 1/t എന്താണ്? ഫ്രീക്വൻസി. v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. ഈ ഇക്വേഷൻ ഒക്കെ ഓർത്ത് വെക്കുക. ഇതാണ് വെലോസിറ്റി കണ്ടുപിടിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിന്നും പ്രോബ്ലം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. പ്രോബ്ലം ചോദിക്കുന്നത് ഇവിടുത്തെ നമ്മളോട് ചോദിക്കുന്നത് ഇപ്പം ഇവിടെ ഈ ഇക്വേഷൻ ഇപ്പം നമ്മൾ ഇങ്ങനെ y ഈസ് ഈക്വൽ ടു 3 sin 5x മൈനസ് 12t പ്ലസ് π/2. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് എന്താണ്? ഒന്നുമില്ല. ഇവിടുത്തെ ഫേസ് ആംഗിൾ എന്തായിരിക്കും? π/2. ഈ ഇക്വേഷൻ കമ്പയർ ചെയ്താൽ മതി. ഇവിടുത്തെ ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ് നമ്മളോട് ചോദിച്ചു. ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 3. സിമ്പിൾ. ഇനി ഇവിടെ ചോദിക്കുകയാണ് ഇവിടുത്തെ ടൈം പീരീഡ് കണ്ടുപിടിക്കുക. നമുക്കറിയാം ഈ സാധനം എന്താണ്? ഒമേഗ ടി ആണ് അല്ലേ? അപ്പോൾ 12t എന്ന് വെച്ചാൽ എന്താണ്? ഒമേഗ ടി ആണ്. ടി ഇൻ ടി എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ദെൻ ഒമേഗ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 12 കിട്ടി. ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്? 2π/ എന്താണ്? 2π/t ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. അവിടെ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2π/ എന്ത് കിട്ടും? നമുക്ക് 12 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ രീതിയിൽ 6 ആവും കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ടൈം, അതുപോലെ ഫ്രീക്വൻസി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവിടെ എന്താണ് ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഈ സാധനം എന്താണ്? 5x. അതായത് കെ എക്സിൻ്റെ സ്ഥാനത്താണ് 5x കിടക്കുന്നത്. അപ്പോൾ കെ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 5x ആണ്. അതായത് കെ എന്താണ്? 5 ആണ്. കെ എന്ന് വെച്ചാൽ എന്താണ്? 2π/λ ആണ്. 2π/λ ഈസ് ഈക്വൽ ടു 5. അവിടുന്ന് ലാംഡ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 2π/5 എന്ന് കിട്ടും. ലാംഡ ഈസ് ഈക്വൽ ടു 2π/ എന്താണ്? 5 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നമുക്ക് പറ്റും. ഇക്വേഷൻ മാത്രം എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ കണ്ട ട്രാവലിംഗ് വേവ്, ആ ട്രാവലിംഗ് വേവ് എങ്ങോട്ട് ട്രാവൽ ചെയ്തത്? ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് വേവ് എന്ത് ചെയ്ത് ട്രാവൽ ചെയ്തത്. വേവ് പോസിറ്റീവ് ഡയറക്ഷനിലോട്ടാണോ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഈ കണക്റ്റിംഗ് സൈൻ എന്ത് വരും? നെഗറ്റീവ് വരും. ഇനി വേവ് ട്രാവൽ ചെയ്യുന്ന നേരെ തിരിച്ചാണെങ്കിലോ? നമ്മൾ ആദ്യം കണ്ട ഫിഗറിനകത്ത് വേവ് അങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. വേവ് തിരിച്ചാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിലോ? വേവ് തിരിച്ചാണ്, നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ്, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലോട്ടാണ് വേവ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? കെ എക്സ് പ്ലസ് എന്ത് വരും? ഒമേഗ ടി വരും. കാരണം ഇത് ട്രാവലിംഗ് വേവ് ആണ്. വേവ് ട്രാവൽ ചെയ്യുന്നത് നെഗറ്റീവിലോട്ട്, പോസിറ്റീവിലാണെങ്കിൽ മൈനസ് വരും, നെഗറ്റീവിലാണെങ്കിൽ എന്ത് വരും? പോസിറ്റീവ് വരും. ഓർക്കുക, ഇതാണ് പ്രോഗ്രസീവ് വേവ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ചെയ്യേണ്ട ടെക്നിക്ക് ഞാൻ എന്ത് ചെയ്തു? പറഞ്ഞു തന്നു. ഇനി വെലോസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാം. v ഈസ് ഈക്വൽ ടു
ലാംഡ ബൈ എന്താണ് ടി ആണ്. മറ്റൊരു ഇക്വേഷൻ ഉണ്ട് ഒമേഗ ബൈ എന്താണ് കെ ആണ്. ഈ ഒമേഗാനെ കെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വെലോസിറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രസീവ് വേവിനകത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ലെക്ചറുമായിട്ട് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.